അതാ നമ്മൾ അപ്പം ചുരുൾ തുടത്തിന്നല്ല കേട്ടോ, അപ്പം ചുരുൾ കഴിയാനായി. നമുക്കൊരു 3 അപ്പം ചുട്ടിട്ട് 4ാമത്തെ അപ്പമാണ്. പിന്നെ ഒരു അര അപ്പത്തിനുള്ളതും കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതാ ചായക്കിൻ്റെ വെള്ളം വെച്ചു. ഇതൊപ്പം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കുക കൂട്ടാണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതിനെ ഇത് സെറ്റ് ഇട്ടോ, അതൊക്കെ ഒന്ന് ഇതാക്കട്ടെ, പൊടിയെടുക്കാം കേട്ടോ. ചായപ്പൊടി ഇട്ടിട്ടോ, പഞ്ചസാര ഇടുന്നില്ല കേട്ടോ. അത് മിന്നു ഓക്ക് വേണ്ടത് ഇടും, എനിക്ക് പിന്നെ മധുരം വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അതിലെല്ലാവരും ഇടിക്കും കേട്ടോ. ഓക്കെ, അപ്പൊക്കെ ചുരുള കഴിഞ്ഞിട്ടോ. അപ്പം നമ്മൾ ഉള്ളി കൂട്ടാനില്ല, ഉള്ളി വാട്ടാനായിട്ട് വെച്ചു. അപ്പോൾ അത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടാണ് വാട്ടിയെടുക്കുക കേട്ടോ. ആ സമയം കൊണ്ട് എനിക്ക് വേറൊരു പണിയുണ്ട് കേട്ടോ. ഇതാ പുറത്ത് നല്ല മഴയ്ക്കുള്ള കോളുണ്ട് കേട്ടോ, മഴ വരുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് ഇന്നലത്തെ നമ്മളെ ഡ്രസ്സ് അലക്കാണ്ട് കേട്ടോ. ഞാനവിടെ വിരിച്ചിട്ടിരിക്കുകയാണ് വെള്ളമായതുകൊണ്ട്. അപ്പോൾ ഞാൻ മഴ പെയ്യുമ്പോഴത്തേക്ക് അതൊന്ന് അലക്കിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി ഒന്ന് വാടി സെറ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അലക്കിയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാത്ത് പോയിട്ടോ. അപ്പോൾ ഞാനും മോൾക്ക് കയറിയിട്ടാണ് കേട്ടോ. ഇവിടെ കാക്കു വിളിച്ചപ്പോൾ റേഞ്ചിൽ തെറ്റി. അതെന്താ കൈ പിടിച്ചിക്കണോ? കൊടെടുത്തില്ലേ? അവള് പോയിട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ചായ കുടിക്കണേ അങ്ങനെ സംഭവങ്ങളൊന്നും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം അതാണ്, നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം വൈകി. പിന്നെ ഇന്നും നടന്ന് പോകണം കേട്ടോ. പക്ഷേ അത് ഞാൻ അറിയാൻ വൈകി കേട്ടോ. അവിടെ ഇല്ല എന്നുള്ളത് അറിയാനായിട്ട് വൈകി. അപ്പോൾ പിന്നെ ഇടിപിടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ തീർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പോട്ടെ കേട്ടാ. ഇന്നിതാ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചാണ് കേട്ടോ. പുളിയഞ്ചി ഉണ്ട്, അതുപോലെ ക്യാബേജ് ഉപ്പേരി ഉണ്ട്, സാമ്പാറുണ്ട് കേട്ടോ. മീൻകറി ടീച്ചർ കൊടുന്നിരുന്നു കേട്ടോ, വത്തള് വറ്റിച്ചത് അതും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അതാ സ്കൂൾ വിട്ടിട്ടോ, നമ്മൾ ഒറ്റക്കായതുകൊണ്ടേ ഓടി പോയിരുന്ന മാതിരി പോരി കേട്ടോ. അപ്പോൾ മിന്നു എടേച്ചാ അവൾക്കൊന്ന് നേരത്തെ ക്ലാസ് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പോന്നു. അപ്പോൾ ഞാനല്ല, ഓള് നേരത്തെ പോന്നു. അപ്പോൾ ഞാൻ ഒറ്റക്കായിട്ടും. അപ്പോൾ ഞാനിങ്ങനെ പോരും കേട്ടോ, ഒറ്റക്കാണ്. മുന്നിലും ബാക്കിലൊന്നും കുട്ടികളാരും ഇല്ല. അങ്ങനെ ഞാനിവിടെ എത്തിട്ടോ. പിന്നെ നമ്മൾ ചുങ്കം പോയിരുന്ന സംഭവം അതാ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധനം കിട്ടി. എനിക്ക് എങ്ങനെയായിരുന്നു സാധനം ഇവിടെ എത്തിയപ്പോലെ ഒക്കെ എത്തി. ഞാൻ എന്തായിക്കണമെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. 1 മാസം തയ്ച്ച് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് കയ്യൊക്കെ കൊടുത്തു. ഇതാണ് കേട്ടോ കംപ്ലൈൻറ്റ്. അതിന് കംപ്ലൈൻറ്റ് എവിടെ കഴിഞ്ഞു ഞാനൊന്ന് നോക്കി ഇതാക്കട്ടെ കേട്ടോ. ഇവിടെ കഴിഞ്ഞു, ഇവിടെ ഒട്ടിക്കായിരുന്നു കേട്ടോ. ഇനി 2 തോളിലിട്ടാൽ മതി. ഒരൊറ്റ തോളിലുള്ള ലോഡ് മുഴുവൻ താങ്ങിപ്പോയിട്ടാണ് ഇത് പെട്ടെന്ന് പൊട്ടിക്കണത്. അല്ലെങ്കിൽ അങ്ങനെ പൊട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കട്ടെ കേട്ടോ, എങ്ങനെ ഇതാക്കിക്കണം എന്നുള്ളത്. ഉള്ളിലേക്ക് അടിച്ചിക്കണം. പിന്നെ ഭാഗം ഫുള്ളിലേക്കാണ് അടിച്ചിട്ട് അടിച്ചിക്കണം. ഓക്കെ, സെറ്റ്. സ്കൂളൊക്കെ വിട്ട് വന്നിട്ടോ. സ്കൂളിൽ വിട്ട് വന്ന് നമ്മൾ കയ്യും കാലൊക്കെ ഒന്ന് കഴുകി. ഭയങ്കര തലവേദന കേട്ടോ. അപ്പോൾ കുറച്ച് ചായ കുടിക്കരുത് കേട്ടോ. കട്ടൻ ചായ കുടിച്ചാലുള്ളൊരു സുഖം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചായ കുടിക്കരുതിങ്ങാണ്ട് വന്നിരുന്ന് ചായ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചായ മാത്രം പോരല്ലോ, എന്തെങ്കിലും ഒന്ന് കടിച്ചാലും വേണ്ടേ, അത് വേണം കേട്ടോ. അതില്ലെങ്കിൽ ഒരു രസമല്ലല്ലോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മളെ ദിവസത്തെ കിട്ടിയിട്ടുള്ളത്. കൂട് കൂട്ടി
അത് ഇന്നലെ തന്നിട്ട് ക്രീം ബണ്ണുണ്ടല്ലോ, ക്രീമല്ല തേങ്ങാ ബണ്ണ്, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ട്, അപ്പോൾ അത് കഴിക്കാം കേട്ടോ. അതും ചായ അടിപൊളി. നല്ല ചൂട് വേണം കേട്ടോ ചായക്ക്, അപ്പോഴാണ് ഒരു സുഖം കിട്ടും. ഈ ഒരു ബണ്ണിന് അടിപൊളി ടേസ്റ്റാണ് അല്ലേ? എന്താണ് ഈ ഒരു ബണ്ണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എനിക്കിഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. എനിക്ക് ബണ്ണ്, ബ്രെഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അത് ഷുഗറില്ലല്ലോ അറിയില്ലേ, മധുരമില്ലാത്ത ചായയും നല്ല ഹൽവയും കഴിക്കുന്നു. അതേപോലെയാണ് ഞാൻ ചെയ്യാട്ടോ. ചായയിൽ പറ്റ മധുരം ഒഴിവാക്കും, പിന്നെ നമ്മൾ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചു. പഞ്ചസാര ഒഴിവാക്കുക എന്നുള്ളൊരു ഇതാണ്, പക്ഷെ ഇതിലൊക്കെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾക്കും അറിയുകയും ചെയ്യാട്ടോ. എന്നാലും നമ്മൾ കഴിച്ചു. കുളിക്കണം, അതുപോലെ രാത്രിക്കത്തേക്കുള്ള ഫുഡ് ആക്കണം, അതൊക്കെ പണി ഇഷ്ടം പോലെ കിടക്കണ്ട കേട്ടോ. തല വെട്ടി പൊളിയണ മാറിയില്ല വേദനയാണ് കേട്ടോ. അപ്പോൾ വിക്സ് തേക്കണേക്കാട്ടിലും മുന്നേ ഞാനൊരു ചായ കുടിച്ച് വിക്സ് തേക്കും. വിക്സ് തേച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് കിടക്കും കേട്ടോ. പക്ഷെ ഇന്ന് നമുക്ക് കിടക്കാൻ സമയമില്ല, മഴ വരുന്നുണ്ട് കേട്ടോ. മഴ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കുളി കഴിഞ്ഞ് ഉള്ളിൽ കയറണം. ഇപ്പോൾ ഈ സമയത്ത് മഴ പെയ്ത് നമുക്ക് കുളി റൂമിൽ കയറിയാൽ എന്താ പറയുക, ആകെ ഇട്ട മൂടിയ മതിയൊക്കെ പേടി തോന്നും. പിന്നെ തകരല്ലേ അപ്പോൾ അതും ഒരു പേടിയാണ് കേട്ടോ. ആ ഷീറ്റ് ആകുമ്പോൾ ഓക്കെ. നമ്മുടെ ഈവനിങ്ങത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്നത്തെ നമ്മളെ ഈവനിങ് വിശേഷങ്ങൾ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലുമൊക്കെ ദിവസം കേട്ടോ. സ്കൂൾ ഇട്ട് വന്നിട്ടില്ല, നമ്മൾ ഉച്ചക്കൊക്കെ പണികൾ തിരക്കുകളാകുമ്പോൾ നമ്മൾ ഈവനിങ് വിശേഷങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടൂല, ഇതും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ 7 മണിയാകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കൽ കഴിയും. അപ്പോൾ അപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചടപടകോന്ന് പറഞ്ഞാണ്ട് പണികൾ ഒരുക്കിയേക്കാറ് കേട്ടോ. ഫുഡാക്കലും കാര്യങ്ങളും ടൈമില്ല ഇതിലുള്ള നമ്മൾ ഫുഡാക്കൽ. പിന്നെ ശനി ഞായറുമാണ് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കൽ കേട്ടോ. അത് ഓക്ക് ക്ലാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഫുഡിൻ്റെ രീതികളൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.